ഹായ് നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് ഈസി ആയൊരു ഫ്രൂട്ട് സലാഡ് എങ്ങനെ ഹെൽത്തിയും ടേസ്റ്റിയുമായി തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് നന്നായി കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. മാമ്പഴം, പ്ലംസ്, pomegranate, pear, ഓറഞ്ച്, ആപ്പിൾ, ചെറി, ഇത്രയും ഫ്രൂട്ട്സാണ് ഞാൻ സലാഡിനായി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് മാമ്പഴം കഷ്ണങ്ങളായി നുറുക്കിയെടുത്തിട്ടുള്ളത്, കുറച്ച് ഹണി, കുറച്ച് പഞ്ചസാര, ഒരു ഗ്ലാസ് വെള്ളം, ഇത്രയും ഞാൻ ജ്യൂസിനായി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാമ്പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ആവശ്യത്തിന് മധുരം ചേർത്ത് ഹണിയും പഞ്ചസാരയും വെള്ളവും ചേർത്ത് നടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആ മാമ്പഴത്തിൽ നിന്ന് ഒരു കഷ്ണം മാറ്റി വെച്ച് ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുത്തു. വലിയൊരു മാമ്പഴം ആയതുകൊണ്ട് ഞാൻ അന്നൊരു കഷ്ണം മാറ്റി വെച്ചു. നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ 2-3 മാമ്പഴം എടുക്കാം. ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം, എങ്കിലേ കുട്ടികൾക്കൊക്കെ സ്പൂൺ വെച്ചത് എടുത്ത് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഒരു 6-7 ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുത്തിട്ടുള്ളത്, 2 പ്ലംസ്, അതും ചെറുതായി നുറുക്കിയെടുത്തിട്ടുള്ളത്, ഒരു ചെറിയ ആപ്പിൾ, ഒരു ചെറിയ ഓറഞ്ച് മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ സീഡോ സ്കിന്നോ ഒന്നും ഉണ്ടാവാതെ വേണം മുറിച്ചെടുക്കാൻ, ഒരു പിയർ, ഒരു പോമിഗ്രാനേറ്റ്. ഇത്രയും ഫ്രൂട്ട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് നല്ല മധുരവും ചെറിയ പുളിയും ഉള്ള പഴങ്ങൾ നോക്കി എടുത്താൽ സലാഡിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ഇതിൽ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുത്തത്, വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ എരിവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. മധുരത്തിനായി ഞാനതിലേക്ക് ഹണിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ള ജ്യൂസ് ചേർക്കണം. മാമ്പഴം 1 ടേബിൾ സ്പൂൺ തേനും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ഗ്ലാസ് വെള്ളവും ചേർത്താണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മാമ്പഴത്തിന് എത്രത്തോളം മധുരമുണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം പിന്നെ പഞ്ചസാരയോ അല്ലെങ്കിൽ ഹണിയോ ചേർക്കേണ്ടത്. രണ്ടും കൂടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടങ്ങ് ഇളക്കി ചേർക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിലേക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഒരല്പം ഉപ്പ് കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച് നന്നായി തണുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട ഒരു സലാഡാണ് മാംഗോ സലാഡ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.